മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ ഉയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ എഴുന്നള്ളി വന്നിരിക്കുന്നു. ജൂൺ മാസത്തെ ഈ ദിവസങ്ങളിൽ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ദൈവമേ നിന്റെ സ്നേഹം കൊണ്ട് ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദ്വിജാലകളെ കൊണ്ട് നീ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ട് ഞങ്ങളെ മൂടണമേ എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവമേ, ഞങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്കപ്പുറത്ത് നിന്റെ സ്നേഹത്തെ തിരിച്ചറിയാനും നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനുമുള്ള വലിയ ദിവസങ്ങളായി ഇതിനെ പരിഗണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പഴയ നിയമത്തെല്ലാം വളരെ വാചാലമായി നമ്മൾ കേൾക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയുമെല്ലാം പഴയ നിയമ പുസ്തകങ്ങളിലുണ്ട്. അഗ്നിസ്തംഭമായി ദൈവം ഇസ്രായേൽ ജനങ്ങളോട് സംസാരിച്ചു. മേഘസ്തംഭമായി അവരെ കാത്തു പരിപാലിച്ചു. വലിയ കൊടുങ്കാറ്റിനപ്പുറത്ത്, വലിയ അഗ്നിഗോളങ്ങളേക്കപ്പുറത്ത് അവിടെയെല്ലാം പ്രവാചകൻ ഒരുപക്ഷെ ദൈവത്തെ തിരഞ്ഞപ്പോൾ ദൈവം
ശാന്തമായും അവരോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീജ്വാലകളെ കൊണ്ട് അവരെ നയിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീജ്വാലകൾ അവരെ നയിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനുള്ള വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ സ്നേഹത്തെ, നിൻ്റെ അനന്തമായ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള വലിയ കൃപ ദൈവമേ നീ ഞങ്ങൾക്ക് നൽകണമേ. ഇസ്രായേൽ ജനം അഗ്നിയിലൂടെ, അഗ്നിസ്തംഭങ്ങളിലൂടെ ദൈവസാന്നിധ്യം അനുഭവിച്ചതുപോലെ ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രവാചകന്മാർ ദൈവസ്നേഹത്തെയും ദൈവകൃപയെയും നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിനോടുള്ള ആദ്യത്തെ നിയമം തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നാണ്. ഷേമാവോ ഇസ്രായേൽ എന്നുള്ള വലിയൊരു പ്രാർത്ഥന, ഇസ്രായേൽക്കാരൻ്റെ ഏറ്റവും അതിമനോഹരമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ ദൈവം തന്നെ അവരോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുക, എന്നെ സ്നേഹിക്കുക. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇത് കേൾക്കും. അല്ലയോ ഇസ്രായേലിലെ, കേൾക്കുക, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകളെ കൊണ്ട് നിറയുക. ദൈവത്തെ ഓർത്തുള്ള പേടി കൊണ്ടല്ല, ദൈവത്തെ ഓർത്തുള്ള പേടിച്ച് വിറച്ചുകൊണ്ടല്ല, സ്നേഹം കൊണ്ട്, ദൈവത്തിൻ്റെയോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാചകന്മാരിലൂടെയും ദൈവം ആഗ്രഹിച്ചത് ഇതെല്ലാമാണ്. സ്നേഹത്തിൻ്റെ പ്രവാചകനായ ഹോസേയ പ്രവാചകൻ ഇസ്രായേൽ ജനങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു, ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. ദൈവത്തിൻ്റെ മാറിലിരുന്നുകൊണ്ട് ദൈവം എടുത്തു വളർത്തി, ദൈവം എന്നെ സ്നേഹിച്ച്, ദൈവം എന്നെ പരിപാലിച്ചു. ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലേക്കാണ് ഈ മാസം ദൈവം എന്നെ വിളിച്ചത്. ദൈവമേ, നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയാൻ, നിൻ്റെ സ്നേഹം എന്താണെന്നറിയാൻ, നിൻ്റെ സ്നേഹത്തിൻ്റെ ജ്വാലകളെ കൊണ്ട് എൻ്റെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ ദൈവമേ നീ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും അമൂർത്തമായ സ്നേഹം, അത് ഏറ്റവും മൂർത്തമായി വെളിപ്പെട്ടത്, ഏറ്റവും വിശുദ്ധമായി വെളിപ്പെട്ടത് ക്രൂശിതനിലൂടെയാണല്ലോ. യോഹന്നാൻ്റെ പുസ്തകത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെയല്ലേ വായിച്ചത്? എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടൻ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു അത്. ആ ഹൃദയം മനുഷ്യകുലത്തോട്, മനുഷ്യജന്മങ്ങളോട് ദൈവം കാണിച്ച അനന്തമായ സ്നേഹമാണ്. ഒരു പടയാളി കുത്തി തുറന്ന സ്നേഹം. ആ സ്നേഹം നമ്മളിലേക്ക് തലമുറകൾ തലമുറകൾ തോറും പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര കുത്തി നോവിച്ചാലും, എത്ര തകർത്താലും, എത്ര തകർക്കപ്പെട്ടാലും ആ സ്നേഹത്തിൻ്റെ പ്രവാഹത്തിന് യാതൊരു കുറവുമില്ല. ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹപ്രവാഹത്തെ നമുക്ക് നമിക്കാം. ദൈവമേ, നിൻ്റെ സ്നേഹപ്രമാണങ്ങളിലൂടെ, നിൻ്റെ സ്നേഹപ്രവാഹത്തിലൂടെ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ദൈവത്തിൽ ഞാൻ ദൈവത്തെ കണ്ടു. ക്രൂശിതനായ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് നിറയട്ടെ എന്ന് നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കാം. കണ്ടു
പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സ്രഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സ്രഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ.
ശരീരം പകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിതനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനോടുള്ള സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യം എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവൻ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവൻ, അവൻ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ക്രൂശിതനായ ഈശോയെ, സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രഭ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ അനന്തമായ സ്നേഹത്തെ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിരാശ നിറഞ്ഞ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ അന്ധകാരപരമായ ജീവിതത്തിലേക്ക്, പതുക്കെ പതുക്കെ നിരാശയിലേക്കും അന്ധകാരത്തിലേക്കും വീണുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യാശാഭരിതമായ പ്രഭാതം നൽകി, പ്രത്യാശയുടെ കിരണങ്ങൾ നൽകി, പ്രത്യാശയുടെ വലിയ സ്നേഹം നൽകി ഞങ്ങളെ നീ ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തിലും വലുതാണ് നിന്നോടുള്ള സ്നേഹമെന്ന് ദൈവമേ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നിന്നോടുള്ള സ്നേഹം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നോടുള്ള സ്നേഹം ഞങ്ങളുടെ ഭവനങ്ങളെ ഭരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നോടുള്ള സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കാൻ പ്രേരകമാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല കൊണ്ട് നീ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ. എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ തൊഴിലിടങ്ങളിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈവമേ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ക്രൂശിതനായ ദൈവത്തിൻ്റെ സ്നേഹം
ദൈവമേ ഞങ്ങളിലേക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഗാനത്തിൻ്റെ ഈരടികൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് ആവർത്തിച്ച് പാടാം. ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിതനോടുള്ള വലിയ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയ വണക്കമാസത്തിനോടുള്ള പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ ദിവ്യഹൃദയത്തിന് നിത്യപിതാവിൻ്റെ തിരുമനസ്സിനോടുള്ള യോഗ്യത. മനുഷ്യാവതാരം എന്ന മഹാരഹസ്യം ഈശോയ്ക്ക് അവിടുത്തെ പിതാവിൻ്റെ തിരുമനസ്സിനോടുള്ള വിധേയത്വം തെളിവായി പ്രകാശിപ്പിക്കുന്നു. കഷ്ടതകളും വേദനകളും സർവോപരി അപമാനവും ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും എല്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധനായി ഈശോ മനുഷ്യനായി തീരാൻ സമ്മതം നൽകുന്നു. മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ലോകത്തിൽ പിറന്ന ദിവസം മുതൽ മരണം വരെ പിതാവിൻ്റെ ഇംഗിതത്തിനനുസരണവും കൃത്യമായി നിർവഹിക്കുന്നു. മനുഷ്യരക്ഷ എന്ന മഹോന്നത കർമ്മം പിതാവ് നിശ്ചയിച്ച രീതിയിൽ അനുഷ്ഠിക്കുവാനാണ് അവിടുന്ന് ഒരുങ്ങുന്നത്. സ്വാർത്ഥതയോ അനുസരണക്കുറവോ അവിടുന്ന് പ്രദർശിപ്പിക്കുന്നില്ല. ഈശോയുടെ ഈ അനുസരണം നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും ആശ്വാസവും ആനന്ദവും സമാധാനവും കണ്ടെത്തുവാനുള്ള പ്രധാന മാർഗമെല്ലാം ദൈവിക പരിപാലനയിൽ സമർപ്പിക്കുക എന്നതാണ്. മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും വേദനകളും തീർത്തും ആകസ്മികമായിട്ടല്ല സംഭവിക്കുന്നത്. നിത്യപിതാവിൻ്റെ നിശ്ചയവും ദൈവിക കരങ്ങളുടെ പ്രവർത്തനവും അതിനുള്ളിൽ നമുക്ക് ദർശിക്കാം. ഉലയിൽ ഉരുകിയ സ്വർണം കറ തീർക്കുന്നതായി തീരുന്നത് പോലെ വിഷമതകളുടെ മൂശയിൽ സംശുദ്ധമാക്കപ്പെട്ട ആത്മാക്കൾ പുണ്യജീവിതത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് കുതിച്ചു കയറുകയാണ് ചെയ്യുന്നത്. സന്താപങ്ങളും വേദനകളും സഹിക്കാൻ ഭയപ്പെടുന്നവർ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന സർവത്തിൻ്റെയും നാഥനായ ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ. നമ്മെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കാൻ സംശയിക്കേണ്ട. ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും വയലിലെ പുഷ്പങ്ങളെയും പരിപാലിക്കുന്ന കാരുണ്യധനനായ ദൈവം നമ്മെയും പരിപാലിക്കും. സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവം
സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നിഗണിച്ച് ഉപേക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത് കഠിനമായ തെറ്റ് തന്നെയാണ്. അനുസരണത്തിൻ്റെ ആദർശമായ ഈശോയുടെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഗെത്സമേൻ പൂവനത്തിൽ മാനസിക പീഡനങ്ങളുടെ ആധിക്യത്താൽ രക്തം വിയർത്ത് അവിടുന്ന് തളർന്നു വീണു. വസ്ത്രം രക്തം കൊണ്ട് നനഞ്ഞു, ഭൂമി രക്തത്താൽ കുതിർന്നു. ഭയപരവശനായി അവിടുന്ന് പാറമേൽ വീണുപോയി. അതിഭീകരമായ ആ വേദനകൾക്കിടയിൽ നിസ്സഹായനായി അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ മനസ്സുപോലെയല്ല, അവിടുത്തെ തിരുമനസ്സ് പോലെ സംഭവിക്കട്ടെ. ആത്മസമർപ്പണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണത്. ഇത്ര സമ്പൂർണവും ഉജ്ജ്വലവുമായൊരു ത്യാഗം ലോകം ദർശിച്ചിട്ടില്ല. കാൽവരിയിലെ കുരിശിൽ മണ്ണിനും വിണ്ണിനും മധ്യേ കിടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് ചെയ്ത പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്താണ്. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എല്ലാം പൂർത്തിയായപ്പോൾ ശിരസ് ചായിച്ച് അവിടുന്ന് മരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം. പിതാവ് നിശ്ചയിച്ച സമയം അവിടുന്ന് ലോകത്ത് പിറന്നു. പിതാവിൻ്റെ പദ്ധതിക്കനുസരണം അവിടുന്ന് പ്രവർത്തിച്ചു. അവസാനം ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവിടുന്ന് മരിച്ചു. മനുഷ്യർക്കെല്ലാം മാതൃകയാണ് അവിടുത്തെ ജീവിതം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രശ്നങ്ങളുടെയും പിന്നിൽ അദൃശ്യമായ ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിശ്വാസത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. ആമേൻ. ഈശോയോടുള്ള തിരുഹൃദയ ലുത്തിനിയ നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന ശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കന്യാമാതാവിന്റെ തിരുവുദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സകല പുകഴ്ചയ്ക്കും എത്ര യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സകല ഹൃദയങ്ങൾക്കും അധിപനം കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവത്തിന്റെ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ക്ഷമയും അതിദയമുള്ളതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ
തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുന്തത്താൽ തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്പരാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്പരാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്പരാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ, ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. സാധുശീലനും ഹൃദയ എളിമയുമുള്ളവനുമാകുന്ന ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവീശ്വര, അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഉറുദകുദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയരുളണമേ. ആമേൻ. ജപം. ഞങ്ങളുടെ സമാധാനവും ആശ്വാസവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. കൃപ നിറഞ്ഞ ഈശോയെ, അങ്ങേ പിതാവിൻ്റെ തിരുമനസ്സിനെ നിറവേറ്റുന്നതിനായി കഠിന പീഡകളും കുരിശുമരണം കൂടെയും അങ്ങ് സഹിച്ചുവല്ലോ. കർത്താവെ, ഞങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്ന കുരിശുകളായ സങ്കടങ്ങളെല്ലാം നല്ല ക്ഷമയോടും സന്തോഷത്തോടും കൂടെ സഹിക്കുവാൻ അനുഗ്രഹം ചെയ്തരുളണമേ. സുഹൃത് ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമനസ്സനുഷ്ഠിക്കുവാൻ അങ്ങേ തിരുമനസ്സനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ. എനിക്ക് വരം നൽകണമേ. സൽക്രിയ ദൈവ തിരുമനസ് നിന്നിൽ നിറവേറുന്നതിനായി വിശുദ്ധ കുർബാനയ്ക്ക് ഒരു വിസീത്ത കഴിക്കുക. ഈശോയോടുള്ള ദൈവസ്നേഹത്താൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം നിറയ്ക്കണമേ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ആത്മാവ് കൊണ്ട് എൻ്റെ ജീവിതത്തെ എല്ലാം വിശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ സ്നേഹം, നിൻ്റെ സ്നേഹത്തോടുള്ള, നിൻ്റെ സ്നേഹത്തിലുള്ള ജ്വാലകൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ നീ വിമലീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ സ്നേഹാഗ്നി ജ്വാല കൊണ്ട് എന്നെ എരിയിക്കണമേ. എൻ്റെ പാപങ്ങളെ, എൻ്റെ ദുരാശകളെ, എൻ്റെ അകൃത്യങ്ങളെ, എൻ്റെ ചായ്ച്ചലുകളെ, എൻ്റെ ദുർമോഹങ്ങളെ, എൻ്റെ ഏറ്റവും കഠിനമായ പാപങ്ങളെ എല്ലാം ദൈവമേ നീ എരിയിച്ചു കളയണമേ. നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നിന്നോടുള്ള സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൃപയെന്ന വലിയ ബോധ്യം എനിക്ക് തരണമേ. ദൈവമേ, നിൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തടജലമേ, എന്നെ നിത്യം കഴുകണമേ.
യേശുവിൻ പീഠകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിത വഴികളെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജോലിയെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ കുടുംബത്തെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞു മക്കളെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മാതാപിതാക്കളെ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ദൈവമേ നീ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിരാശകളെയും നമുക്ക് ഈശോയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മാനസികമായ ആരോഗ്യം, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള നെഗറ്റിവിറ്റി, എല്ലാത്തിനോടും ഉള്ള നിരാശ, ദൈവമേ അതെല്ലാം നീ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിരാശ ഒഴിഞ്ഞു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ ആത്മാവ് കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. സാമ്പത്തികമായ എല്ലാ മേഖലകളെയും വിശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദീർഘനാൾ ഭവനങ്ങളിൽ കഴിഞ്ഞതുമൂലമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജോലി സമയത്ത് ദീർഘനേരം ഞാൻ ചിലവഴിക്കുന്നതുകൊണ്ട് എനിക്കുണ്ടാകുന്ന എല്ലാ വേദനകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം, എൻ്റെ ജോലി സാഹചര്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ തൊഴിൽ നഷ്ടങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പുതിയ ജീവിത രീതിയിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ, പുതിയ കാര്യങ്ങളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ, ദൈവമേ അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും നീ പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ സംവിധാനങ്ങളിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്, പുതിയ കാര്യങ്ങളിലൂടെയാണ് അവർ പഠിക്കുന്നത്. ദൈവമേ, അവരുടെ എല്ലാ വെർച്വൽ വേൾഡിനെയും നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുകളെ, അവരുടെ ആത്മാവിനെ, അവരുടെ ബുദ്ധിയെ, അവരുടെ മനസ്സിനെ നീ വിശുദ്ധീകരിക്കണമേ.
പുതിയ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമേ നിൻ്റെ വലിയ തിരുഹൃദയം കൊണ്ട് അവരെ നീ കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ നീ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ഒരുപാട് നാളായി പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഏറ്റവും പ്രായം ചെന്ന എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ ജീവിതത്തിലെ ഈ പ്രത്യേക അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ ദൈവം നീ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ രോഗഭീതി മൂലം ജീവിതം കഴിച്ചു കൂട്ടുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നീ അവരെ വിശുദ്ധീകരിക്കണമേ, അവരെ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് അസ്വസ്ഥതയെല്ലാം നീ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ഈ രോഗവുമായി ഏറ്റുമുട്ടുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഞങ്ങൾ സ്മരിക്കുന്നു. ഈശോയെ, അവരെ നീ കാത്തു പരിപാലിക്കണമേ, അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ, അവരെ ആശീർവദിക്കണമേ, അവരെല്ലാം നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമയത്ത് ഒരുപാട് നേരം വീടിന് പുറത്തേ കഴിയേണ്ടി വരുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ, പലതരത്തിൽ ജോലിയുടെ ആവശ്യം നിമിത്തം പുറത്ത് തന്നെ കഴിയേണ്ടി വരുന്നവർ, ഞങ്ങളുടെ തന്നെ മാതാപിതാക്കന്മാർ, ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്നവർ, കേരളത്തിൽ കഴിയുന്നവർ, ഞങ്ങളോടൊപ്പം ഇല്ലാത്തവർ, എല്ലാവരെയും നിന്റെ തിരുഹൃദയം കൊണ്ട് സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സംരക്ഷണം അവർ അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങേ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ രൂപതയെ, ഞങ്ങളുടെ അഭിവന്യ പിതാവിനെ, വൈദികരെ, സമർപ്പിതരെ, എല്ലാ കുടുംബങ്ങളെയും കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭരണ സംവിധാനങ്ങളെ, ഞങ്ങളുടെ രൂപതാ സംവിധാനങ്ങളെ, ഞങ്ങളുടെ ഇടവകയിലെല്ലാവരെയും, ഞങ്ങളുടെ രൂപതയിലെല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ പീഠകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ദൈവം നമുക്ക് വേണ്ടി കാത്തുവെച്ചത്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാൻ. ദൈവമേ, നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവിടെ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ദൈവമേ, നിന്റെ സ്നേഹാഗ്നി ജ്വാലകളെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നിന്റെ സ്നേഹാഗ്നി ജ്വാലകളെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, നീ ആശീർവദിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ നീ വിമലീകരിക്കണമേ, കുടുംബത്തെ വിമലീകരിക്കണമേ, ഞങ്ങളുടെ ഈ സമൂഹത്തെ വിമലീകരിക്കണമേ. ദൈവമേ, നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ, നിത്യമഹോന്നതമാപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ, നിത്യമഹോന്നതമാപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവൻ, ദൈവനാമം വാഴ്ത്തിടുവൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവൻ, മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവൻ, പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവൻ, വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവൻ, ദൈവത്തിൻ മാതാവാം കന്യാമേരി വാഴ്ത്തിടുവൻ, മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവൻ, സ്വർഗാരോപിതമാതാവൻ തിരുനാമം വാഴ്ത്തിടുവൻ, നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തി